ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഞങ്ങളൊരു താളി ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ആ വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പൊന്നുസുത വേപ്പിൻ്റെ ഇലയൊക്കെ ആദ്യം മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലൊക്കെ താളി തേക്കുന്നത് തലയ്ക്ക് നല്ലതാണ് കേട്ടോ. തലയ്ക്ക് മുടിയുടെ ഗ്രോത്തിനൊക്കെ നല്ലതാണ്, താരം പോകാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ മുന്നേ ഒരു താളിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ നോർമൽ ഷാമ്പു പോലത്തെ നമ്മുടെ താളിയാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് നമ്മൾ കുറച്ച് ഇലകളൊക്കെ കൂടിയിട്ട് അരച്ച് തേക്കുന്ന ഒരു താളിയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ്. ഇതിപ്പോൾ വേപ്പിൻ്റെ ഇലയാണ് പൊന്നൂസ് ആദ്യം പൊട്ടിച്ചത്. പൊന്നൂസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ഇലകളൊക്കെ പൊട്ടിക്കാനായിട്ട്. അപ്പോൾ പിന്നെ പൊട്ടിക്കാൻ പോകുന്നത് പേരയുടെ ഇലയാണ്. പേരയുടെ ശരിക്കും പറഞ്ഞാൽ കൂമ്പല ഇല്ലേ, അങ്ങനത്തെ ഇലയാണ് പൊട്ടിക്കേണ്ടത്. പക്ഷേ മോള് പൊട്ടിച്ചത് കുറച്ച് വലിയ ഇല ആയതുകൊണ്ട് നമ്മൾ പിന്നെയും പോയിട്ട് വേറെ ഇല ഇത്രയും കഷ്ടപ്പെട്ട് പൊട്ടിക്കേണ്ട ഒരു ആവശ്യമില്ല. ടെറസിൻ്റെ മുകളിൽ കയറിയ സുഖമായിട്ട് പൊട്ടിക്കാം. എന്നാൽ ഇങ്ങനെ തന്നെ അവൾക്ക് പൊട്ടിക്കണം. അപ്പോൾ അപ്പം എടുത്ത് അവളെ കൊണ്ട് പൊട്ടിപ്പിക്കുന്നു. അപ്പോൾ പൊന്നൂസ് ഇല പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ ഇല പൊട്ടിക്കാൻ പോയാൽ പൊട്ടിച്ചു. പക്ഷെ അത് നമുക്ക് പറ്റിയ ഇലയല്ല, ഇച്ചിരി മൂപ്പ് കൂടിയ ഇല പോയി. അപ്പോൾ നമ്മളത് മാറ്റിയിട്ട് വേറെ ഇല പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. തട്ടിൻ്റെ മുകളിൽ കയറിയിട്ട് മുരിങ്ങയുടെ ഇലയും പൊട്ടിക്കണം. അപ്പം നമ്മുടെ പേരയാണിത്. പേരക്കായ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, മൂത്തിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ടോ പേരക്കായ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കൂമ്പലയാണ് പൊട്ടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ അതും പൊട്ടിച്ചു. ഇനി നമുക്ക് വേണ്ടത് മുരിങ്ങയുടെ ഇലയാണ്. അതാണ് ഫ്രണ്ടിലത്തെ വ്യൂ. കണ്ടോ, നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മഴക്കാലമായത് കാരണം വഴുക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ സൂക്ഷിച്ച് പൊക്കോളൂ എന്നൊക്കെ പറഞ്ഞു. ഇപ്പോഴും മുകളിൽ കണ്ടോ നല്ല മഴക്കാറാണ്. അപ്പോൾ നമ്മളിനി മുരിങ്ങയുടെ ഇല പൊട്ടിക്കാം. പേരയുടെ ഇല പൊട്ടിച്ചു, നമ്മുടെ വേപ്പിൻ്റെ ഇല പൊട്ടിച്ചു. ഇനി മുരിങ്ങയുടെ തളിരിലകൾ പൊട്ടിക്കുക. തളിരില വേണമെന്നൊന്നുമില്ല, ഞാൻ സാധാരണ മൂത്തത് ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് തളിരിലയാണ് ഞാൻ പൊട്ടിച്ചത്. മൂത്തതും പൊട്ടിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഇലയും പൊട്ടിച്ചു. നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പാടവും പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ്. മഴ പെയ്യുമ്പോഴാണ് കൂടുതൽ ഭംഗി കാണാനായിട്ട്. അവിടെ മഴക്കാർ അവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോഴേക്കും പൊന്നൂസ് ഒരു പേരയ്ക്ക പൊട്ടിച്ചു. അത് കഴുകേണ്ട തിരക്കിലാണ് പൊന്നൂസ്. കഴുകി തിന്നു. പക്ഷെ അത് പച്ചയായിരുന്നു കേട്ടോ, പഴുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അവളത് പൊട്ടിച്ചു. തിന്നില്ല, പകുതി തിന്നിട്ട് അവിടെ ഇട്ടു, കാരണം തിന്നാൻ പറ്റണില്ല. അപ്പം ഇനി അടുത്തത് നമുക്ക് പൊട്ടിക്കേണ്ടത് ചെമ്പരത്തിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്പരത്തി ഇല പൊട്ടിക്കാനും, ചെമ്പരത്തി ഇലയും പൊട്ടിക്കണം, പൂവും പൊട്ടിക്കണം. അപ്പോൾ നമ്മളിത് അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കേട്ടോ പൊട്ടിക്കുന്നത്. അപ്പോൾ ഇലയും പൂവും നമ്മൾ പൊട്ടിച്ചു. ചെമ്പരത്തിക്കൊക്കെ ഇപ്പോൾ ഭയങ്കര ക്ഷാമമാണ്. 2 ചെമ്പരത്തി ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇല കുറച്ച് പൊട്ടിച്ചു. അപ്പോൾ അതും നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് മിക്സിയിൽ അരച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതും പൊട്ടിച്ചു. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് തുളസിയുടെ ഇലയാണ്. അപ്പോൾ തുളസിയുടെ ഇല നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ പൊട്ടിച്ചു. ഒക്കെ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കുറച്ചാണെങ്കിൽ കുറച്ച്, കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ. ഒരു പാക്ക് പോലെ നമ്മൾ ഇടുകയാണ് കേട്ടോ തലയിൽ. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കഴുകിക്കളയാം, അത്രേ ഉള്ളൂ. വേറെ ഇതൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ നമ്മുടെ തുളസിയുടെ ഇലയും പൊട്ടിച്ചു. അതും കൊണ്ടിടാൻ പോവാണ്. പേരയുടെ ഇലയും തുളസിയുടെ ഇലയും മുരിങ്ങയുടെ ഇലയും വേപ്പിൻ്റെ ഇലയൊക്കെ പൊട്ടിച്ചു. പിന്നെ നമ്മുടെ ചെമ്പരത്തിയും പൊട്ടിച്ചു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും വേണ്ടെന്നാണ് തോന്നുന്നത്. വേറെ ഒരെണ്ണം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, തോന്നുന്നു കറ്റാർവാഴയാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനത് ഇതിലിടുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മുരിങ്ങയുടെ ഇലയും ഒക്കെ കിട്ടിയിട്ട് ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. കറ്റാർവാഴ ഞാനിപ്പോൾ ഇടാത്തതാണ് കേട്ടോ, കാരണം ഇപ്പോൾ ജലദോഷം പനിയൊക്കെ ആയ കാരണം ഇനി കറ്റാർവാഴയും കൂടി ഇട്ടിട്ട് തണുവ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇട്ടില്ല. അത് ആഡ് ചെയ്യേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ പറിച്ചെടുത്ത ഇലകളൊക്കെ വാഷ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യണത്. പൊന്നൂസാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അവൾ തന്നെ വാഷ് ചെയ്തിട്ട് അവൾ തന്നെ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശി. അപ്പോൾ അവൾ തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. അവൾക്ക് തേച്ച് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ കുട്ടികൾക്കൊന്നും തേക്കണില്ല, അറിയില്ലല്ലോ നമുക്കത് തേച്ച് കഴിഞ്ഞാൽ ജലദോഷം വരുമെന്നും അറിയില്ല. വെറുതെ ഇങ്ങനെ അവളുടെ തലയിൽ ചുമ്മാ അങ്ങനെ ആക്കിയെന്നല്ലാണ്ട് ഞാൻ അവൾക്ക് തേച്ച് കൊടുത്തില്ല. കുറച്ചുകൂടി വലുതാവട്ടെ, എന്തായാലും നമുക്ക് തേക്കാം. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒരു തുണ്ട് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ മൈലാഞ്ചി ആഡ് ചെയ്യാൻ കേട്ടോ. ഞാനിതിൽ മൈലാഞ്ചി ഇട്ടിട്ടില്ല, അവിടെ അത് കിട്ടിയില്ല എനിക്ക്. അപ്പോൾ അത് കാരണം ഞാൻ ഇതിൽ മൈലാഞ്ചി ഇട്ടിട്ടില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഈ പറയണ ഞാനടക്കായാലും ഉപയോഗിക്കുന്നത്. കുറച്ച് മെനക്കെട്ടാൽ നമുക്കിത് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റും നാച്ചുറലായിട്ട്. അതിൻ്റെ ഒരു റിസൾട്ട് ഒരിക്കലും കടയിൽ നിന്ന് വാങ്ങുന്നതിൽ കിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ നമ്മുടെ പാക്ക് ഇവിടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. പൊന്നൂസാണെങ്കിൽ മിക്സി അടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ചെയ്തു തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് തുറന്ന് നോക്കാം.
നല്ലപോലെ അരിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ലപോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ഇങ്ങനത്തെ പാക്കുകളൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിൽ താരനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ താരൻ പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. അതിൻ്റെ ഞാൻ ഗ്യാരണ്ടിയാണ്. കാരണം എനിക്ക് കുറച്ച് നാളായിട്ട് കുറച്ച് താരനൊക്കെ തലയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിത് കൂടുതൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ താരൻ കംപ്ലീറ്റ് പോയി കിട്ടി കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി. അപ്പോൾ നിങ്ങളങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താരൻ കംപ്ലീറ്റ്ലി മാറിക്കിട്ടും, മുടിക്ക് നല്ല ഗ്രോത്തും കിട്ടും. അപ്പോൾ ഞാൻ എന്തായാലും തലയിൽ അപ്ലൈ ചെയ്യട്ടെ. ഇവിടെ കണ്ടോ പശുക്കളൊക്കെ ഇങ്ങനെ പുല്ല് തിന്നാനൊക്കെ വരുന്നുണ്ട്. അപ്പുറത്തെ സൈഡ് പാടായതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ മുടിയിൽ തേക്കാൻ പോവാണ്. എന്നിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. ഞാൻ എൻ്റെ തലയിൽ താരനൊക്കെ പോയ കാരണം മാസത്തിലൊരിക്കൽ ആക്കിയത് കുറച്ചു. കാരണം താരൻ പോയില്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യുകയാണെങ്കിലാണ് ഹെയറിന് നല്ല ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യണം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ.